ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന പ്രസ് കോൺഫറൻസിൽ നമ്മുടെ ആശാൻ ഇവാൻ ബുക്കോമാനോവിച്ചും അതുപോലെ മാർക്കോ ലെസ്കോവിക്കുമായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രസ് കോൺഫറൻസിൽ നമ്മുടെ മജീഷ്യൻ അഡ്രിയാൻ ലൂനയെക്കുറിച്ചുള്ള ചോദ്യം ആശാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു, ആശാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ തന്നെ ആശാൻ പറഞ്ഞിട്ടുണ്ട് ലൂണ സീസൺ ഔട്ട് ആണെന്നുള്ള കാര്യം ഇപ്പോൾ ആശാനും ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. ആശാൻ പറയുന്നത് ലൂണയ്ക്ക് 6ഓളം ആഴ്ച എങ്ങനെയാലും ഒരു ഫസ്റ്റ് പ്രോസസ്സ് എന്ന രീതിയിൽ റിക്കവറി പ്രോസസ്സായിട്ട് തുടരുന്നുണ്ട്. അതിൻ്റെ ശേഷം താരം വീണ്ടും ഒരു സെക്കൻഡ് പ്രോസസ്സ് അങ്ങനെ ഒരു ഫുള്ളി റിക്കവർ ആയിട്ട് ഒരു മാച്ച് ഫിറ്റൊക്കെ ആയിട്ട് വരുമ്പോൾ എങ്ങനെയാലും സീസൺ അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഈ സീസൺ കളിക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെയാണ് ആശാന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജനുവരിയിൽ ബ്ലാസ്റ്റേഴ്സ് റീപ്ലേസ്മെൻറ്റ് ലൂണക്ക് പകരമായിട്ട് മറ്റൊരു താരത്തെ ടീമിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചും ആശാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആശാന് അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ലൂണയുടെ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടെങ്കിലും ലൂണയെ റീപ്ലേസ് ചെയ്യാൻ അത് ആർക്കും കഴിയില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാണ് ആശാന് പറയുന്നത്. അപ്പോൾ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും അറിയാം ലൂണയുടെ ബ്ലാസ്റ്റേഴ്സിലെ ആ റോൾ എന്താണെന്നുള്ളത്. നമ്മുടെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂന ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആണ് നമ്മുടെ ടീമിലെ. എന്നാൽ ഏത് പൊസിഷനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കളി തുടങ്ങിയ ഒരു ഗോൾ കീപ്പർ ഒഴിച്ച് എല്ലാ പൊസിഷനിലും എത്തുന്ന ഒരു പ്ലെയറാണ്. ടീമിന് വേണ്ടി അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു പ്ലെയറാണ് അഡ്രിയാൻ ലൂന. മത്സരം കഴിയുന്ന വരെ ഓടിച്ചത്ത് കളിക്കുന്ന ഒരു ജാതി പ്ലെയറാണ് നമ്മുടെ സ്വന്തം അഡ്രിയാൻ ലൂന. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശാൻ പറയുന്നത് അപ്പോൾ ലൂണയെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് അത് ആരെക്കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ പറയുന്നത് ലൂണയ്ക്ക് പകരം മറ്റൊരു താരത്തെ, അതേപോലുള്ള ഒരു ടാലൻ്റൊക്കെ ഉള്ള ഒരു താരത്തെ കണ്ടെത്തിയേക്കാം. പക്ഷേ എന്നാൽ ലൂണയെ പോലെ അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള, ടീമിനോട് അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള, അങ്ങനെ ലൂണയെ പോലെ എല്ലാ പൊസിഷനിലും നിന്ന് കളിച്ച് ചത്ത് കളിക്കുന്ന ഒരു പ്ലെയറിനെ, ഒരു ക്യാപ്റ്റനെ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് നമ്മുടെ ഇവാൻ ആശാൻ പറയുന്നത്. അപ്പോൾ ലൂണയെ പോലുള്ള ഒരു പ്ലെയറിനെ നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് നമ്മുടെ ആശാൻ പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് ലൂണയെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു താരത്തെ കൊണ്ടും സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലൂണയെക്കുറിച്ച് ആശാൻ പറഞ്ഞത്. എങ്ങനെയാലും ഇപ്പോൾ സീസൺ ഇനിയും പാതി ആയിട്ടുള്ളൂ, ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. എങ്ങനെയാലും ജനുവരിയിൽ ലൂണയ്ക്ക് പകരം മറ്റൊരു വേറെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ, ഒരു നല്ല ടാലൻ്റുള്ള പ്ലെയറിനെ ടീമിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആശാനും പറയുന്നുണ്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ സൈനിങ് നടത്തുമെന്നുള്ളത്. എന്നാൽ നമുക്കൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയറിന് ആവശ്യമാണ്. അതിൻ്റെ കുറവ് നമ്മൾ കഴിഞ്ഞ മത്സരത്തിലൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈനിങ് എങ്ങനെ ആയാലും വരും. അപ്പോൾ എങ്ങനെയാലും അതൊന്നും ലൂണയുടെ ഒരു പകരമാവില്ല, ലൂണയ്ക്ക് പകരം ലൂണ മാത്രം എന്ന് തന്നെയാണ് ആശാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു സൈനിങ് എങ്ങനെ ആയാലും വരും. അപ്പോൾ ആ താരം എങ്ങനെ കളിക്കുമെന്നുള്ളത് ഇനി കണ്ടറിയണം. ആരാകും വരാൻ പോകുന്നുള്ളതെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തന്നെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ.